എൻ്റെ കൊച്ചു മരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ പുറത്തിറങ്ങി കാശ് മേടിക്കണേ? BA MA LLB വരെയും പഠിപ്പിച്ചു കൊണ്ടുവന്ന് ഇത്രയും നല്ല കണ്ണിലുള്ളിയെ പോലെ ഒരു മോളെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നിട്ട് ആ കൊച്ചു നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ആ കൊച്ചിൻ്റെ വേദനയാണ് എനിക്ക് പൈസയുടെ പുറത്ത് പോകാനോ ഇതിനൊന്നും എനിക്ക് നേരമില്ല. എൻ്റെ കൊച്ചാണ് എനിക്ക് അന്ന് വലുത്. പട്ടപ്പാതിരിക്ക് എൻ്റെ മൂത്ത മോളെ എന്നെ ഉറക്കത്തിൽ വന്ന് വിളിക്കുക, അമ്മ നമുക്ക് ഒരു ഇടം വരെ പോകണമെന്ന് പറഞ്ഞു. ഇവർ വന്ന് ഈ ആംബുലൻസ് ഇറക്കി നിർത്തി, അതിൽ നിന്ന് ഒരു പെട്ടി ഇങ്ങനെ ഇറക്കി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പെട്ടി ഇറക്കി വെച്ച് തന്നു. അപ്പോഴാണ് എൻ്റെ മോളെ 3-ാം ദിവസം ഞാൻ കാണണത്. സത്യം പറഞ്ഞ ഇവരടക്കം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യരുത്, ഇപ്പം എല്ലാ സൗകര്യമുള്ള കാലമല്ലേ, നിങ്ങൾ അതുകൊണ്ട് ഇന്നൊരു രാത്രി നിങ്ങൾ നേരം വെളുക്കുന്നവരെ നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണത് കേൾക്കാതെയാണ് ഇവർ കൊണ്ടുപോയി പച്ച പാതിരയ്ക്ക് ഇവർ ഒരു കന്നാത്തിൽ എന്തോ സാധനം കൊണ്ടുപോയി പറയണ ഒരു മിന്നാട്ട് എനിക്ക് കൊച്ചിനെ കാണിച്ചു തരാൻ വെച്ചു. പിന്നെ അന്ന് ജയറാമും സുരേഷ് ഗോപിയും കാണാൻ വന്നു. സുരേഷ് ഗോപി എനിക്ക് പൈസ തന്നൂല്ലെന്നൊന്നും എനിക്കറിയില്ല. ഒരു കമ്പിളി ഉണ്ടെന്ന് എന്നെ പുറപ്പിച്ചിട്ട് ഇനി എന്നെ കാണാൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ജയറാമും സംവിധായകന്മാരും കൂടി വന്നവർ എനിക്ക് 2 ലക്ഷത്തിൻ്റെ ചെക്ക് തന്നു. അങ്ങനെയാണ് ഈ 2 ലക്ഷത്തിൻ്റെ ചെക്കും സാറ് സൂക്ഷിച്ചോ. അപ്പം സാറ് ചോദിച്ചത് ഇപ്പം ചേച്ചിക്ക് കാശിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറേ ഇപ്പം തന്നെ എനിക്ക് പകുതി പ്രായമായി, അപ്പം ഇനി എനിക്ക് ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പൈസ തരാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾ വേറെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ അർഹതപ്പെട്ട പണം എനിക്ക് ജീവിക്കാൻ വേണം. അത് നരേന്ദ്രമോദി എങ്ങനെയായാലും ഇത് എനിക്ക് സാധിച്ച് തന്നേ പറ്റൂ. ഞാൻ അത്രയും കഷ്ടത്തിൽ അവിടെ ജീവിക്കണം.